സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് ഫ്ലോറിൻ ടിപ്സ് ചാനലിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് നോസ് പീസ് കട്ടർമ കട്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോഡി ഫില്ലർ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ചെടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ മാർബിളിൻ്റെ ഒരു പീസ് കട്ടറിൻ്റെ പ്ലേറ്റിന്മേൽ ഒട്ടിച്ച് വയ്ക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്കൊരു 3.5 സെൻറ്റിൻ്റെ പീസാണ് നോസ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഏകദേശം ബോഡി ഫില്ലർ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ പീസുമേൽ തേച്ച് പിടിപ്പിച്ചിട്ട് അത് മെല്ലെ നമ്മളെ കറക്റ്റ് അളവിന് കട്ടറിൻ്റെ പ്ലേറ്റിന് സെറ്റ് ചെയ്യാൻ ചെയ്യുന്നത്. 3.5 സെൻറ്റിക്കാണ് നമ്മൾ പീസ് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് കറക്റ്റായി അതിൽ ഒട്ടും. ഇത് പിന്നെ പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇത് ഒന്ന് ചെറിയ ചട്ടകേറ്റൊന്ന് തട്ടിക്കൊടുത്താൽ പെട്ടെന്ന് പോരുകയും ചെയ്യും. അപ്പോൾ കറക്റ്റായി നിൽക്കാൻ വേണ്ടി നമ്മൾ ആ പ്ലേറ്റിൻ്റെ സൈഡ് ഭാഗങ്ങളും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ കുറേ പീസ് കട്ട് ചെയ്യുമ്പോൾ ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. ഒരു പക്ഷേ എല്ലാവരും ചെയ്യുന്നതായിരിക്കാം. ഇതൊക്കെ ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടൊരു ടിപ്സ് എന്നുള്ള രൂപത്തിൽ ചെയ്യുന്നതാണ്. എനിക്കിത് ഒരു പെർഫെക്റ്റായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ വിടുന്നത്. ഞാൻ ചെയ്യുന്ന വീഡിയോസ് മറ്റുള്ളതൊന്നും ചിലപ്പോൾ പെർഫെക്റ്റ് ആയിരിക്കണം എന്നില്ല. മറ്റുള്ളവർക്ക് ചെയ്യാനും സാധിക്കാൻ ചാൻസ് ഇല്ല. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടാലല്ലേ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ താല്പര്യമില്ലാത്ത കുറേ ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട് പല രീതിയിലും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇതിൽ വിടുമ്പോൾ നിങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക, ട്രയൽ അടിച്ച് നോക്കുക. അതിന് ശേഷം പറ്റുകയെന്നുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കുക. എന്തായാലും നമ്മൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നോസ് പീസ് കട്ട് ചെയ്യുകയാണ്. ഇതിമേ ഗ്രാനൈറ്റ് കട്ട് ചെയ്യുന്ന ബ്ലേഡല്ല, കുറച്ച് തിക്ക് കൂടിയ ഗ്രാനൈറ്റാണ്. അപ്പോൾ നമുക്ക് വേണ്ട വശം തിരിച്ചിട്ടിട്ട് വേണ്ടാത്ത വശത്തിൽ കൂടെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ എക്കണോമി ബ്ലേഡ് കട്ട് ചെയ്യുമ്പോൾ അടിയിൽ അങ്ങനെ ചെതറിച്ച കുറവായിരിക്കും. അപ്പോൾ മെല്ലെ ഈ ഗ്രാനൈറ്റ് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ. ഗ്രാനൈറ്റ് കട്ട് ചെയ്യുന്ന ബ്ലേഡ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫാസ്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട് നോസ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കട്ടറിൻ്റെ സ്പീഡിൽ തന്നെ ഗ്രാനൈറ്റ് കട്ട് ചെയ്യുക. നമ്മൾ കൂടുതൽ തള്ളുമ്പോഴാണ് ഈ നമ്മളെ ആ ഒരു പൊളച്ചിലൊക്കെ വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ മെല്ലെ കട്ടറിൻ്റെ സ്പീഡിൽ വിടുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് നോസ് പീസ് കിട്ടും. അപ്പോൾ എന്തായാലും ഞാൻ ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്യണില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ അളവിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം അവിടെ വെച്ചുകൊണ്ട് 3.5 സെൻറ്റി എന്നുള്ളത് കറക്റ്റ് കാണിക്കാനാണ് ഞാൻ വീഡിയോ സെറ്റാക്കിയിട്ടുള്ളത്. ടാപ്പിന് കറക്റ്റാണ് 3.5 സെൻറ്റി, ഒരു മില്ലി പോലും മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെയാണ് നമ്മൾ കട്ടറിൽ നോസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേറ്റുമ്മേ മാർബിളിൻ്റെ പീസ് ഒട്ടിക്കൽ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.